ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഉപ്മാവ് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇന്നൊരു വെറൈറ്റി രീതിയിലുള്ള ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യെല്ലാം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം പൊട്ടി വന്നാൽ അതിൽ 1 ടീസ്പൂണ് ഉഴുന്നും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. അപ്പോൾ ഇത് ഞാനൊരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. 1 മിനിറ്റ് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയെല്ലാം വാടി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1 തക്കാളിയും 2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്മാവിന് മൊത്തത്തിൽ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1/2 കപ്പ് തേങ്ങ ചിരക്കിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തേങ്ങയിലും ക്യാരറ്റിലൊക്കെ മസാല പിടിക്കുന്നത് വരെ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിൽ റവ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റവ നമുക്ക് 1-2 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.25 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വെള്ളം മൊത്തം വറ്റിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് മൂടി വെക്കാം. ഒരു 10-15 മിനിറ്റ് മൂടി വെച്ചാൽ മതി കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ മൊത്തം നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഉപ്മാവ് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മുടെ ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എന്നും ഒരുപോലെ ഉണ്ടാക്കാതെ ഇടയ്ക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.